നമസ്തേ ഗുരുജി, നമസ്തേ ഗുരുമാ. ഞാൻ അമൃതാനന്ദാണ്. എൻ്റെ രണ്ടാമത്തെ മെഡിറ്റേഷൻ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇന്ന് 20ാമത്തെ ദിവസമാണ് സെക്കൻഡ് ടൈം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. മനസ്സിന് സന്തോഷവും ശാന്തിയും സമാധാനവും ഉണ്ട്. ശരീരത്തിൽ പല ഭാഗങ്ങളിലായി എന്തോ അരിക്കുന്നത് പോലെയും എന്തൊക്കെയോ പാസ് ചെയ്യുന്ന പോലെയും തോന്നാറുണ്ട്. ശരീരത്തിലൂടെ ഈ മസിൽസിൻ്റെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ അങ്ങനെ പാസ് ചെയ്യുക, ഒരു എനർജി, ഒരു വൈബ്രേഷൻ പാസ് ചെയ്യുന്ന പോലെയൊക്കെ മെഡിറ്റേഷനിൽ തോന്നാറുണ്ട്. പിന്നെ എന്താ, പേഴ്സണാലിറ്റിയിൽ വന്നൊരു മാറ്റം, നമുക്കിപ്പോൾ കുറേ പേര് നമുക്കെതിരെ നിന്നിട്ട് ഒരു നുണ പറയുകയാണെങ്കിലും ഒറ്റയ്ക്ക് നിന്നിട്ടാണെങ്കിലും ഈ ഒരു സത്യം എന്താണോ അത് പറയാം. സാധാ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെ അങ്ങനെ പറയാനുള്ളൊരു ഗട്ട്സും വിൽ പവറൊക്കെ വന്നു. കുടുംബത്തിൽ ധർമ്മത്തിൻ്റെ പാതയിലുള്ള എല്ലാവരുമായിട്ട് നല്ല ബന്ധവും അല്ലാത്തവരായിട്ടുള്ള അടുപ്പം കുറഞ്ഞ് കുറയുകയും ചെയ്തു. തന്നെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിക്കാൻ അങ്ങനെ കുറയുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യം മെഡിറ്റേഷനിൽ കാഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല. വേറെ അത്ഭുതകരമായിട്ടുള്ളൊരു അനുഭവം എനിക്കുണ്ടായത്, ഫസ്റ്റ് ടൈം മെഡിറ്റേഷനിൽ സഹസ്രാര ചക്രം ആക്ടിവേറ്റ് ആയിട്ട് ആ ഒരു ടൈമിലുണ്ടായ ഒരു അനുഭവമുണ്ട്. ഒരു തണുപ്പും, ഒരു പ്രത്യേക തരം തണുപ്പും, പിന്നെ എന്തോ ഒരു വെള്ളം ഒലിക്കുന്ന പോലെ ഒരു തോന്നലുമാണ്, ഒരനുഭവമാണ് ഉണ്ടായത്. തോന്നലല്ല, അനുഭവമാണ് ഉണ്ടായത്. പിന്നെ അതേപോലെയുള്ള ഒരു തണുപ്പ് ഈ ലെഫ്റ്റ് ചെവിയിൽ നിന്ന് മാത്രം, റൈറ്റ് ചെവിയിലൊന്നുമില്ല, ലെഫ്റ്റ് ചെവിയിൽ നിന്ന് മാത്രം ഇങ്ങനെ പുറത്തേക്ക് ആ ഒരു തണുപ്പ് ഇങ്ങനെ വരിക. അത് അധികം ഉണ്ടായത് വൈകുന്നേരത്തെ മെഡിറ്റേഷനിലാണ്, സ്റ്റാർ മെഡിറ്റേഷനിലാണ്. ഒരു തവണ എനിക്ക് രാവിലത്തെ സൺ മെഡിറ്റേഷനിലും അങ്ങനെ അനുഭവപ്പെട്ടു. ഈ തമോ ഗുണത്തിൻ്റെ ഒരു പ്രയാസം വരുന്നുണ്ട്. അത് ഞാൻ ആ വോയിസിൽ ഇടാൻ മറന്നുപോയി. വേറെ ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം മെഡിറ്റേഷനിൽ ഇരുന്നപ്പോൾ കാലിലെന്തോ അങ്ങനെ കടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അനങ്ങാതെ കടിച്ചു പിടിച്ചിരുന്നു പറഞ്ഞാൽ ഞാൻ അനങ്ങാതിരുന്നു. അങ്ങനെ ഇരുന്ന് മെഡിറ്റേഷൻ കഴിഞ്ഞ് നോക്കുമ്പോൾ കാലിലൊക്കെ ഇങ്ങനെ ഈ കൊതുക് കടിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു ഉണ്ട പോലെ, അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ, പണ്ടൊക്കെ കൊതുക് കടിച്ചാൽ ഞാൻ എണീക്കുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് എണീക്കാതെ, ശരീരം അനങ്ങാതെ ഇരിക്കാൻ പ്രപഞ്ചം എന്നെ പ്രാപ്തനാക്കി മാറ്റിയല്ലോ. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നന്ദി ഗുരുജി, നന്ദി ഗുരുമാ.